അമ്മ മാതാവിനും തിരുകുമാരനും കോടാനും കൂടി നന്ദി ആദ്യമേ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് അനൂഷ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 4 2022 ഞാൻ അതിനു മുമ്പ് ഓൺലൈനായി ഉടമ്പടി എടുത്ത് കുറേയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ഉടമ്പടി പുതുക്കുന്നതിലൂടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ആദ്യമായി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എൻ്റെ ജീവിത പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യമായി ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കാനഡ ഏജൻസിക്ക് 2 ലക്ഷം രൂപ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നു. പിന്നീട് എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ അത് തിരിച്ച് ചോദിച്ചെങ്കിലും അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തന്നില്ല. ഞാൻ എൻ്റെ 6ാമത്തെ പുതുക്കിൽ ഞാനിവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ഞാൻ അച്ഛനെ കണ്ട് അച്ഛനോട് പറയുകയും അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുകയും യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കൃപാസന മാതാവ് എനിക്ക് ആ 2 ലക്ഷം രൂപയും അവർ തിരിച്ചു തരാമെന്ന് സമ്മതിക്കുകയും 4 മാസം കൊണ്ട് എനിക്ക് മുഴുവൻ തുകയും തിരിച്ചു കിട്ടുകയും ചെയ്തു. സാധാരണയായി ഒരു ഏജൻസിക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസെങ്കിലും അവർ ചോദിക്കുന്നതാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് മുഴുവൻ തുകയും തിരിച്ചു കിട്ടി. അമ്മ മാതാവിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം, എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ തടസ്സമുണ്ടായിരുന്നു. ഞാൻ HR-ലും നേഴ്സ് സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു 6 മാസം കൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു എൻ്റെ സൗദി പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വന്ന് 6ാമത്തെ പുതുക്കലിലും അതൊരു പ്രത്യേക നിയോഗമായി സമർപ്പിക്കുകയും ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയും നേർച്ച വസ്തുക്കൾ മുടങ്ങാതെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 90ാമത്തെ ദിവസം നേഴ്സ് സൂപ്രണ്ട് HR-ൽ നിന്നും അവർ സമ്മതിക്കുകയും എനിക്ക് 100ാമത്തെ ദിവസം എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് മാതാവ് എൻ്റെ നേരത്തെ ഇൻചാർജിനെ മാറ്റുകയും കൃപാസന മാതാവിൻ്റെ ഭക്തിയായിട്ടുള്ള ഒരു ഇൻചാർജിനെ തരികയും ആ ചേച്ചീനെ എനിക്ക് പേഴ്സണലി ആയിട്ട് അറിയാവുന്നതുകൊണ്ടും അങ്ങനെ എനിക്ക് റിസൈൻ പ്രോസസ്സിങ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതം സംഭവിച്ചത് കൃപാസന മാതാവിലൂടെ മാത്രമാണ്. കൃപാസന മാതാവ് അവിടെ ഇടപെട്ടിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അടുത്തതായിട്ട് ഞാൻ പ്രോമോട്ടറി എക്സാമിന് ഡേറ്റ് എടുത്തത് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ സെൻറ്ററിൽ എനിക്കറിയത്തില്ല, വഴി അറിയത്തില്ല, സെൻറ്റർ അറിയത്തില്ല. ഞാൻ തന്നെ എൻ്റെ മമ്മീനെ കൊണ്ടാണ് പോയെങ്കിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, മോളെ പരീക്ഷ എഴുതാൻ പോവല്ലേ. അങ്ങനെ എനിക്ക് കൃത്യസമയത്ത് തന്നെ ഹാളിൽ കയറുകയും പ്രോമോട്ടറി എക്സാം എഴുതാനും സാധിച്ചു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും സാധിച്ചു. അത് കൃപാസന മാതാവിൻ്റെ പ്രത്യേക വിധ പ്രവർത്തനത്തിലൂടെയാണ്. കാരണം എനിക്ക് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. അതിൽ കുറേ പേർക്ക് പാസ്സാകാതെ പോവുകയും ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, മാതാവ് ഇടപെട്ടേ പറ്റൂ. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. തലേദിവസം ഞാൻ ഉടമ്പടി ധ്യാനം മുട്ടേ കുന്നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കണം, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എനിക്ക് ലഭിക്കുകയും ചെയ്തു. മാതാവ് എന്നെ പാസ്സാക്കുകയും ചെയ്തു. എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ വരുന്നില്ല, വന്നാൽ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പലവിധ തടസ്സങ്ങൾ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്ന് പുതുക്കി മാതാവിനോട് പറഞ്ഞു. മാതാവിനോട് ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു, മാതാവേ ഞാൻ ജനുവരിയിൽ ഇവിടെ വന്ന് പുതുക്കുമ്പോൾ എനിക്ക്
എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം. എനിക്ക് ഇവിടെ വിസയും ടിക്കറ്റും ആയിട്ട് വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഈ 27-ാം തീയതി സൗദിക്ക് പോവുകയാണ്. വിസയും ടിക്കറ്റും വന്നു. അത്ഭുതം. മാതാവിനോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. കൃപാസന മാതാവിൻ്റെ ഇടപെടലിലൂടെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, ഒന്നാമത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൃപാസന പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞിരുന്നു. സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനും എല്ലാം ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. രണ്ടാമതായി ഞാൻ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടുകയും അത് പലർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ വാട്സപ്പിലുള്ള എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവർക്ക് ഞാൻ കൃപാസനത്തെപ്പറ്റിയും കൃപാസന ഉടമ്പടി ധ്യാനത്തെപ്പറ്റിയും കൃപാസന പ്രാർത്ഥനകളെപ്പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു.